Hi friends, welcome to Lal Brothers Media. നമ്മൾ ഈ വീഡിയോയിൽ കീമിലെ 2018 ഫിസിക്സിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The one-dimensional motion of a point particle is shown in the figure. Select the correct statement. നമുക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്. അപ്പം സ്പീഡിന്റെയും ടൈമിന്റെയും ഗ്രാഫാണ്. അപ്പോൾ ഈ ഗ്രാഫ് പറയുമ്പം നമുക്ക് മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ മൂന്നാമത്തെ ചാപ്റ്ററിൽ കുറച്ച് ഗ്രാഫ് പഠിക്കാനുണ്ട്, കുറച്ച് പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. അവിടെ പറഞ്ഞു പോകാം. ഒന്നാമത്തത് എക്സ് ടി ഗ്രാഫ്. എക്സ് ടി ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടാൽ നമുക്ക് കിട്ടുന്നത് വെലോസിറ്റി ആയിരിക്കും. പിന്നെ ഉള്ളത് വി ടി ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ലെങ്കിൽ സ്പീഡ് ടൈം ഗ്രാഫ്. വി ടി ഗ്രാഫ് അതിന്റെ സ്ലോപ്പ് കണ്ടാൽ ആക്സിലറേഷൻ കിട്ടും. വി ടി ഗ്രാഫിന്റെ ഏരിയ കണ്ടാൽ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. എ ടി ഗ്രാഫിന്റെ ഏരിയ കണ്ടാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി കിട്ടും. ചേഞ്ച് ഇൻ വെലോസിറ്റി. ഇത്രയാണ് ഗ്രാഫിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ സ്പീഡ് ടൈം ഗ്രാഫ് ആണ്, വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. നമുക്ക് ഈ ഗ്രാഫിൽ രണ്ട് കാര്യം കിട്ടും, ഒന്ന് ആക്സിലറേഷനും ഒന്ന് ഡിസ്പ്ലേസ്മെന്റ്. അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ പാർട്ടിക്കിൾ ഈസ് 0. അത് തെറ്റാണ്, കാരണം ഡിസ്റ്റൻസ് ഒരിക്കലും 0 ആകില്ല. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റ്. രണ്ടാമത്തെ, ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് 0. നോക്കാം, ഡിസ്പ്ലേസ് നമ്മളെ കാണുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫ്, സ്പീഡ് ടൈം ഗ്രാഫ് ആണെങ്കിൽ എന്താ വിളിച്ചാൽ മതി, ഏരിയ കണ്ടാൽ മതി. അപ്പൊ നമ്മൾ ഏരിയ കാണുന്നു. അപ്പൊ ഈ ഗ്രാഫിന്റെ ഏരിയ, ഈ ഗ്രാഫിൽ പ്രത്യേകത രണ്ട് ട്രയാങ്കിൾസ് ആ ഉള്ളത്. ഇത് ഫസ്റ്റ് ട്രയാങ്കിൾ, ഇത് സെക്കൻഡ് ട്രയാങ്കിൾ. ഈ രണ്ട് ട്രയാങ്കിളിന്റെയും ഏരിയ കണ്ട് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ ഏരിയ കിട്ടും. ടോട്ടൽ ഏരിയ ആർക്ക് ഈക്വല, ഡിസ്പ്ലേസ്മെന്റ് ഈക്വല. അപ്പൊ ടോട്ടൽ ഏരിയ ഈസ് ഈക്വൽ ടു ആണ് ഡിസ്പ്ലേസ്മെന്റ്. ഇങ്ങനെ കാണും ഏരിയ ഓഫ് ഫസ്റ്റ് ട്രയാങ്കിൾ. ട്രയാങ്കിൾ ആണ് ഏരിയയുടെ ഫോർമുല ഹാഫ് ബി എച്ച്. അപ്പൊ ഹാഫ് ട്രയാങ്കിളിന്റെ ബേസ്, അതാണ് ഫസ്റ്റ് ട്രയാങ്കിളിന്റെ ബേസ്. എത്ര വരുന്നത്, 10. 0 to 10. അപ്പൊ എത്രയാ, 10 ഇൻറ്റു ഹെച്ച്, ഹൈറ്റ്. ഇതാണ് ഹൈറ്റ്, ഫസ്റ്റ് ട്രയാങ്കിൾ ഹൈറ്റ്. ഇത് എവിടെ, 3. ഇത് എത്രയാണ്, 10 പ്ലസ് ഏരിയ ഓഫ് സെക്കൻഡ് ട്രയാങ്കിൾ. അവിടെ എത്രയാ, അതും ഹാഫ് ബി എച്ച്. ബി എത്ര, ഇതാണ് ട്രയാങ്കിൾ, ഇത് ട്രയാങ്കിളിന്റെ ബേസ്. 10 ന്ന് 20 ആയി. അപ്പൊ എത്ര ബേസ്, 10. അടുത്ത ട്രയാങ്കിളിന്റെ ഹൈറ്റ്, ഇതാണ് ഹൈറ്റ്. ഇത് എത്രയുണ്ട്, -10. അപ്പം ബേസ് 10, ഹൈറ്റ് -10. ഇനി ഇവിടെ 2 ഉം 10 കട്ട് ചെയ്യുമ്പോൾ 5, ഇവിടെയും 2 ഉം 10 5. ഇവിടെ എത്ര, 5 × 10 50, 5 × -10 -50. ആൻസർ 0. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പൊ ആൻസർ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The period of oscillation of simple pendulum is given by t is equal to 2π√L/g. നമ്മൾ പഠിക്കുന്ന ഒരു ഇക്വേഷൻ ആണ്. അത് L എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ പെൻഡുലം, G എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. പിന്നെ പറയുന്നത് the length is measured using a meter scale which has 2000 divisions. അവിടെ മെഷേർഡ് ബൈ മീറ്റർ സ്കെയിൽ എന്ന് മാത്രമാണ് പറയുന്നതെങ്കിൽ, എന്ന് മാത്രം പറഞ്ഞാൽ ഒരു മീറ്റർ സ്കെയിലിന്റെ ഡിവിഷൻസ് 1000 ഡിവിഷൻസ് ആണ്. പക്ഷെ എടുത്തു പറയുന്നു നമ്മൾ ഉപയോഗിച്ച മീറ്റർ സ്കെയിൽ എത്രയുണ്ട്, 2000 ഡിവിഷൻസ് ഒന്ന് എടുത്തു പറയുന്നു. അങ്ങനെ എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ കണക്കാക്കുന്നത് നമ്പർ ഓഫ് ഡിവിഷൻസ് 1000 ആയി കണക്കാക്കും. ഇവിടെ എടുത്തു പറയുന്നുണ്ടത് 2000 ആണ്. ഇഫ് ദ മെഷേർഡ് വാല്യൂ L is 50 cm, the accuracy in the determination of G is 1.1%. അപ്പൊ എന്താണ് 1.1% എന്ന് പറഞ്ഞത്, ആക്യുറസി അല്ലേ. ഈ ആക്യുറസി, പ്രിസിഷൻ, ലീസ്റ്റ് കൗണ്ട് എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം എന്താണ്, റിലേറ്റീവ് എറർ ആണ്. റിലേറ്റീവ് എറർ അത് പെർസെന്റേജ് പറഞ്ഞെന്ന് പറയും, പെർസെന്റേജ് എറർ എന്ന് പറയും. അപ്പം ആക്യുറസി, പ്രിസിഷൻ, ലീസ്റ്റ് കൗണ്ട് ഇതെല്ലാം ഏതിന് ഈക്വൽ ആണ്, റിലേറ്റീവ് എററിന് ഈക്വൽ ആണ്. അപ്പൊ തന്നിട്ടുള്ളത് ജിയുടെ റിലേറ്റീവ് എറർ ആണ്. ഇൻ പെർസെന്റേജ് ആയതുകൊണ്ട് ജിയുടെ പെർസെന്റേജ് എറർ. And the time taken for 100 oscillation is 100 seconds. അവിടെ 100 ഓസിലേഷൻ 100 സെക്കൻഡ്. നമുക്ക് വേണ്ടത് ടി ആണ്. ടൈം പീരീഡ് എന്താണ്, ഒരു ഓസിലേഷൻ എത്ര സമയം എടുക്കുന്നു. നമ്മൾ സിമ്പിൾ ബെൽ എക്സ്പെൻഡ് ചെയ്യുമ്പോൾ പഠിക്കുന്നതാണ്. ക്യാപിറ്റൽ ടി കാണുന്നത് സ്മോൾ ടി ഡിവൈഡ് ബൈ സ്മോൾ എൻ. സ്മോൾ ടി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടൈം എത്ര, അവിടെ 100. അടുത്ത്
n എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ഓസിലേഷൻ, അത് എത്രയാണ്? 100. അപ്പൊ 100/100 1. അപ്പൊ ക്യാപിറ്റൽ ടി ടൈം പീരീഡ് എത്രയാണ്? 1 എന്ന് കിട്ടും. വാട്ട് ഷുഡ് ബി ദ റെസൊല്യൂഷൻ ഓഫ് ദ ക്ലോക്ക് ഇൻ മില്ലി സെക്കൻഡ്സ്? നമുക്ക് എന്താണ് പഠിക്കേണ്ടത്? റെസൊല്യൂഷൻ ആണ് പഠിക്കേണ്ടത്. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞ എറർ ഡെൽറ്റ എക്സ് അല്ലെങ്കിൽ ഡെൽറ്റ ടി. ഇവിടെ റെസൊല്യൂഷൻ ഓഫ് ക്ലോക്ക് ആയതുകൊണ്ട് ക്ലോക്ക് എന്താ കാണിക്കുന്നത്? ടൈം അല്ലേ, അതുകൊണ്ട് ഡെൽറ്റ ടി എറർ ആണ് ഇവിടെ, എറർ. അപ്പൊ അതിനു വേണ്ടി തന്നിട്ടുള്ള ഇക്വേഷൻ എടുത്ത് എഴുതും. എന്താ ഇക്വേഷൻ? ടി ഈസ് ഈക്വൽ ടു 2π√L/g. ഇത് പറയുന്നുണ്ട്. ഞാൻ റിലേറ്റീവ് എറർ എന്താണെന്ന് പറഞ്ഞുതരാം. ഇപ്പം എക്സിലെ റിലേറ്റീവ് എറർ കാണാൻ പറഞ്ഞാൽ ഡെൽറ്റ എക്സ് ബൈ എക്സ്, ഇത്രേ ഉള്ളൂ. എറർ ബൈ റിയൽ വാല്യൂ, ട്രൂ വാല്യൂ, അതാണ് റിലേറ്റീവ് എററിന് എക്സ് എന്ന് പറഞ്ഞത്. ഇപ്പം എക്സ് സ്ക്വയറിലാണ് കാണാൻ പറയുന്നെങ്കിലോ, പവർ ഉണ്ടെങ്കിൽ ആദ്യം പവർ എടുത്ത് ഫ്രണ്ടിൽ എഴുതണം. പവർ എടുത്ത് ഫ്രണ്ടിൽ എഴുതി, എന്നിട്ട് എക്സിലെ റിലേറ്റീവ് എറർ ഡെൽറ്റ എക്സ് ബൈ എക്സ്. പേഴ്സന്റെ എറർ കാണാൻ പറഞ്ഞാൽ ഇൻറ്റു എന്ത് കൊടുത്താൽ മതി? 100 കൊടുത്താൽ മതി. പേഴ്സണിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. ഇപ്പൊ എക്സ് ക്യൂബ് ആണെങ്കിലോ, റിലേറ്റീവ് എറർ കാണാൻ പറഞ്ഞ പവറിലെ പവർ എടുത്ത് ആത്ത് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? 3. എന്നിട്ട് എക്സിന്റെ റിലേറ്റീവ് എറർ ഡെൽറ്റ എക്സ് ബൈ എക്സ്. ഇതാണ് റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞത്. പേഴ്സന്റേജ് എറർ ആണ്, ഇൻറ്റു എന്ത് കൊടുക്കുക? 100 കൊടുക്കുക. ശരി, ഇവിടെ തന്നിട്ടുള്ളത് ആരുടെ റിലേറ്റീവ് തന്നിട്ടുള്ളത്? ജിയുടെ തന്നിട്ടുണ്ട്. പേഴ്സന്റേജ് എറർ ആണ് കേട്ടാ. നമുക്ക് കൺവേർട്ട് ചെയ്യാം. എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ജിയുടെ റിലേറ്റീവ് എങ്ങനെ കാണുന്നത്? ഡെൽറ്റ ജി ബൈ ജി. അത് എത്രയാ? 1.1% ആണ്. ഇത് പേഴ്സന്റ് ആണ്, എനിക്ക് റിലേറ്റീവ് എറർ വേണ്ട, പേഴ്സന്റ് മാറ്റണം. അപ്പൊ എന്ത് ചെയ്തു? 1.1 ഡിവൈഡ് ബൈ 100 ഡിവൈഡ് ബൈ എന്താണ്? 100. നമ്മൾ പേഴ്സന്റ് മാറ്റാൻ ഡിവൈഡ് ബൈ എന്ത് കൊടുത്തു? 100 കൊടുത്തു. അപ്പൊ എന്തായിട്ടേ? ഡെൽറ്റ ജി ബൈ ജി എന്ന് പറഞ്ഞാൽ 1.1 ഇൻറ്റു 10⁻² ഡിവൈഡ് ബൈ 100. മീനിങ് എന്താ? ഇൻറ്റു 10⁻² അല്ലേ? നമുക്ക് ഈ ഫോം വേണം. ജിയുടെ റിലേറ്റീവ് എറർ പഠിക്കേണ്ടത്. അപ്പൊ എനിക്ക് ജി വേണം. റൂട്ടിനകത്തല്ലേ കിടക്കുന്നത്, അവനേക്ക് റൂട്ട് മാറ്റണം. അപ്പൊ രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യുക. ഇവിടെ എന്താണ്? ടി സ്ക്വയർ, 2ന്റെ സ്ക്വയർ 4, പൈയുടെ സ്ക്വയർ π². ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് മാറി L/g. എനിക്ക് ഇവിടുന്ന് ജി ആ വേണ്ട. അപ്പൊ ജി ഇങ്ങോട്ട്, ടി സ്ക്വയർ ഇങ്ങോട്ട്. അപ്പൊ എന്ത് കിട്ടി? ജി ഈസ് ഈക്വൽ ടു 4π² L/t². ജിയുടെ റിലേറ്റീവ് എറർ കാണണം. എന്താ ജിയുടെ റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ? ഡെൽറ്റ ജി ബൈ ജി ഈസ് ഈക്വൽ ടു, ഇനി ഈ സൈഡ് റിലേറ്റീവ് എറർ കാണണം. അപ്പൊ ഓർത്തിരിക്കുക, കോൺസ്റ്റന്റ്സിന് റിലേറ്റീവ് എറർ ഇല്ല. 4 കോൺസ്റ്റന്റ്, പൈ എന്നാണ് കോൺസ്റ്റന്റ്, 3.14. അതിനൊന്നും എന്തില്ല? റിലേറ്റീവ് എറർ ഇല്ല. 4ന് റിലേറ്റീവ് എറർ ഇല്ല, π² റിലേറ്റീവ് എറർ ഇല്ല. ഇനി വേരിയബിളിന് മാത്രമേ റിലേറ്റീവ് എറർ ഉള്ളൂ. ഇവിടെ വേരിയബിൾസ് ആരാ വരുന്നത്? എല്ലും T². അപ്പൊ ആദ്യം എല്ലിന്റെ റിലേറ്റീവ് എറർ കാണുന്നു. ഡെൽറ്റ L/L. പേഴ്സൺ ആണ്, ഇൻറ്റു 100 കൊടുക്കാം കേട്ടാ. ഇനി പ്ലസ്. എന്തുകൊണ്ട് പ്ലസ്? ഒരു ഇക്വേഷനിൽ എന്ത് തന്നെ വന്നാൽ, എക്സാമ്പിൾ ആയിട്ട് എക്സ് പ്ലസ് വൈ എന്ന് വിചാരിച്ചോ. ഇതിന്റെ റിലേറ്റീവ് എറർ കാണാൻ പറഞ്ഞ ഡെൽറ്റ എക്സ് ബൈ എക്സ് പ്ലസ് ഡെൽറ്റ വൈ ബൈ എന്താണ്? വൈ. നമ്മൾ എന്ത് തന്നെ വന്നാലും ഓരോന്നിന്റെയും റിലേറ്റീവ് എറർ കണ്ട് ആഡ് ചെയ്താൽ മതി. ഇപ്പൊ എക്സ് വൈ ആണെങ്കിലോ, റിലേറ്റീവ് എറർ കാണാൻ പറഞ്ഞ എക്സിന്റെ റിലേറ്റീവ് എറർ പ്ലസ് എന്താണ്? വൈയുടെ റിലേറ്റീവ് എറർ. എക്സ് ബൈ വൈ ആണെങ്കിലോ സെയിം സാധനം, രണ്ട് വേരിയബിൾ എക്സും വൈയും. എക്സിന്റെ റിലേറ്റീവ് എറർ പ്ലസ് എന്താണ്? വൈയുടെ റിലേറ്റീവ് എറർ. അപ്പൊ റിലേറ്റീവ് എപ്പോഴും കാണുന്നത് ആഡ് ചെയ്യണം. ഓരോ വേരിയബിളിന്റെ റിലേറ്റീവ് എറർ കണ്ടെന്റ് ചെയ്യുക, ആഡ് ചെയ്യുക. ഇടയ്ക്ക് എന്ത് സിമ്പിൾ വന്നാലും ആഡ് ആണ് ചെയ്യേണ്ടത്. ഇവിടെ എന്താണ്? ഡിവൈഡ് ബൈ നോക്കേണ്ട ആവശ്യമില്ല. ആദ്യം എല്ലിന്റെ റിലേറ്റീവ് കാണുക, പ്ലസ് എന്ത് കാണുക? T². T² കാണും, പവർ അല്ലേ? പവർ ആദ്യം എഴുതി. ടിയുടെ എത്ര? ഡെൽറ്റ ടി ബൈ ടി. ഇനി എനിക്ക് വേണ്ടത് ഈ ഡെൽറ്റ ടിയാ വേണ്ടത്. അതായത് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞ എറർ ഡെൽറ്റ ടിയാ വേണ്ട. റെസൊല്യൂഷൻ ഓഫ് ക്ലോക്ക് ആയതുകൊണ്ട് ഡെൽറ്റ ടി വേണം. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യുന്നു, ഇതിന് എപ്പുറത്തോട്ട്. അപ്പൊ എന്തായി? ഡെൽറ്റ ജി ബൈ ജി മൈനസ് ഡെൽറ്റ L/L ഈക്വൽ ടു 2 ഡെൽറ്റ ടി ബൈ ടി. ഇവിടെ നിന്ന് ഡെൽറ്റ ടി അല്ലേ വേണ്ടത്? ഡെൽറ്റ ടി ഈക്വൽ ടു, ഇവിടെ ഡെൽറ്റ ടി, ബാക്കിയുള്ള അപ്പുറത്തോട്ട് പോണേ. ഇവിടെ എന്താണ്? ടി അങ്ങോട്ട് പോകും, ഇവിടെ ഡിവൈഡ് ബൈ ഇപ്പുറത്തെ മോളിൽ പോയി 2 അങ്ങോട്ട് താഴോട്ട്. അപ്പൊ ടി മോളിലാണ്, ടി മോളില് 2 അങ്ങോട്ട് താഴോട്ട്. ബാക്കി എന്തുണ്ട്? ഇവിടെ ഡെൽറ്റ ജി ബൈ ജി മൈനസ് ഡെൽറ്റ L/L. ഇനി ഓരോ വാല്യൂ കൊടുത്താൽ മതി. ആദ്യം ഡെൽറ്റ ടി ഈക്വൽ ടു ടി എന്ന് നേരത്തെ കണ്ടുപിടിച്ചു. എങ്ങനെ കണ്ടുപിടിച്ചു? ടി എന്ന് കാണും, സ്മോൾ ടി ബൈ എൻ.
സിമ്പിൾ ബെല്ലിൽ എക്സ്പെരിമെന്റ് ചെയ്യുക. എന്താ സ്മോൾ ടി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടൈം എത്ര 100 സെക്കൻഡ് 100 സെക്കൻഡ്. എന്നെന്താ നമ്പർ ഓഫ് ഓസിലേഷൻ അത് എത്രയാണ് 100. അപ്പൊ എത്ര ടി 1. അപ്പൊ ടി എത്ര 1 ഡിവൈഡ് ബൈ എത്രയാണ് 2. ഡെൽറ്റ ജി ബൈ ജി അതിന്റെ വാല്യൂ ഇവിടെ കണ്ടുപിടിച്ചു. എത്രയാണ് 1.1 into 10 raised to minus 2. അടുത്ത് ഇവിടെ എന്താ മൈനസ്. നമുക്ക് ഇനി വേണ്ടത് ഡെൽറ്റ എൽ ബൈ എൽ ആ വേണ്ടത്. ഇതവിടെ ഡെൽറ്റ എൽ ബൈ എൽ. അപ്പൊ അതിൽ എൽ അറിയാം 50 എന്ന് അറിയാം. ഇനി എന്ത് വേണം ഡെൽറ്റ എൽ വേണം. ഞാൻ അവിടെ മോളിൽ പറഞ്ഞ ഡെൽറ്റ എൽ എങ്ങനെ കാണുന്നത് റെസൊല്യൂഷൻ അല്ലെ എറർ എങ്ങനെ കാണുന്നത് അത് കാണുന്നത് എങ്ങനെ. അതായത് മൊത്തം എത്ര ഡിവിഷൻ ഉണ്ടെന്ന് നോക്കാം. 2000 ഡിവിഷൻ. അത് എത്രയാ മീറ്റർ സ്കെയിലിലെ പറയുന്നത്. മീറ്റർ സ്കെയിൽ എത്രയാണ് 1 മീറ്റർ. അപ്പൊ ഇവിടെ എത്ര 1 മീറ്റർ 1 ഡിവൈഡ് ബൈ എത്രയാണ് 2000. മറന്നുപോലെ. അപ്പം ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു എറർ ലീസ്റ്റ് കൊണ്ട് കാണുന്ന പോലെ തന്നെയാണ്. അങ്ങനെയാണ് ടോട്ടൽ എത്ര ലെന്ത് ഉണ്ട് മീറ്റർ സ്കെയിലാണ്. അപ്പൊ മീറ്റർ സ്കെയിൽ മീനിങ് എന്താ 1 മീറ്റർ ആ ലെന്ത് 1 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ്. അതാണ് ഡെൽറ്റ എൽ കാണുന്ന ഫോർമുല. ഡെൽറ്റ എൽ കാണുന്നത്. അപ്പൊ എത്ര കിട്ടാം ഇവിടെ 1/2 എത്രയാണ് 0.5 അല്ലേ 0.5. താഴെ എത്ര വരുന്നു 3 0 10 ക്യൂബ്. അത് മോളിൽ പോകുമ്പോ 10 raised to minus 3 മീറ്റർ. നമുക്ക് ആൻസർ കിട്ടി. എന്താ കിട്ടിയ ഇവിടെ ഡെൽറ്റ എൽ ബൈ എൽ അല്ലേ. ഡെൽറ്റ എൽ എത്രയാണ് 0.5 into 10 raised to minus 3 ഡിവൈഡഡ് ബൈ എന്താ എൽ അല്ലേ. എൽ വന്നിട്ടുണ്ടോ ഓൾറെഡി ക്വസ്റ്റ്യനില് 50. പക്ഷെ 50 സെന്റിമീറ്റർ ആണ് മീറ്റർ ആക്കണം. ഇൻറ്റു 10 raised to minus 2. ഇവിടെ ഡെൽറ്റ ടി ഈക്വൽ ടു 1/2. ഇത് രണ്ടിലും ഞാൻ ഇതിനെ ഈ 10 raised to minus 2 കൊടുക്കുമ്പോൾ ഇത് എന്തായി മാറും 0.5 ആയി മാറൂലേ. അപ്പൊ എത്ര കിട്ടും 1.1 into 10 raised to minus 2 മൈനസ് മോളിൽ 0.5 into 10 raised to minus 3 ഡിവൈഡ് ബൈ 10 raised to minus 2 എന്ന് പറഞ്ഞാൽ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. 50/100 എത്ര കിട്ടും 0.5 തന്നെയല്ലോ. 0.5 എഴുതി. ഈ 0.5 ക്യാൻസൽ ആയി. ബാക്കി എത്ര ഉള്ളത് 1/2. ഇതെവിടെ ഇത് രണ്ടിലും എന്ത് കോമൺ ആ 10 raised to minus 2 കോമൺ. ബാക്കി എന്താ ഉള്ളത് ഇവിടെ 10 raised to minus 2 എന്ത് കിട്ടും 1.1 മൈനസ് ഇവിടെ 10 raised to minus 2 പോയേ ബാക്കി 10 raised to minus 1 ആണുള്ളത്. 10 raised to minus 1 എത്ര 0.1. 10 raised to minus 1 എന്ന് പറഞ്ഞാൽ 1/8 എന്നതാണ് 0.1. അപ്പൊ എത്ര കിട്ടി 1/2 into 10 raised to minus 2. ഇവിടെ 1.1 minus 0.1 എത്ര കിട്ടും 1 എന്ന് കിട്ടും. എന്താ 1/2 എന്ന് പറഞ്ഞാൽ 0.5 into 10 raised to minus 2. ആൻസർ മീറ്റർ. സോറി മീറ്റർ അല്ല സെക്കൻഡ്. ടൈം അല്ലേ സെക്കൻഡ്. പക്ഷെ എനിക്ക് വേണ്ട മില്ലി സെക്കൻഡ്. മില്ലി സെക്കൻഡ് ആക്കണമെങ്കിൽ ചെയ്യേണ്ടത് സെക്കൻഡ് മില്ലി സെക്കൻഡ് ആക്കാൻ ഇൻറ്റു 10 raised to 3. അപ്പൊ സെക്കൻഡിന് മില്ലി സെക്കൻഡ് ആക്കാൻ ഇൻറ്റു 10 raised to 3. അവിടെ എത്ര കിട്ടും 0.5 into 10 raised to minus 2 into 10 raised to 3. അപ്പൊ എത്ര കിട്ടി 0.5 into 10 raised to minus 2 10 raised to 3 ചെയ്യുമ്പോൾ എത്ര കിട്ടും 10 raised to 1. അതായത് 10 കൊണ്ട് ഇൻറ്റു അപ്പൊ എത്ര കിട്ടി 5 milli second. ഓപ്ഷൻ സി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഫ്രം എ സർക്കുലർ കാർഡ്ബോർഡ് ഓഫ് യൂണിഫോം തിക്നെസ് ആൻഡ് മാസ് ക്യാപിറ്റൽ M, a square disc of maximum possible area is cut. If the moment of inertia of square with the axis of rotation at the center and the perpendicular to the plane of the disc is ma square by 6, the radius of the circular cardboard is. അവിടെ എന്താ പറഞ്ഞ ഒരു സർക്കിൾ ഉണ്ട്, സർക്കുലർ കാർഡ്ബോർഡ് ഉണ്ട്. അത് നമ്മൾ വെട്ടിയെടുക്കുന്നു. മാക്സിമം ഏരിയയിൽ ഒരു സ്ക്വയർ വെട്ടിയെടുക്കുന്നു. അപ്പൊ ഇതാണ് മാക്സിമം ഏരിയ എന്ന് പറഞ്ഞ ഒരു സ്ക്വയർ വെട്ടിയെടുത്തു. ഇത്ര വെട്ടിയെടുത്ത് എന്നിട്ട് അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയറിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇങ്ങനെ ഒരു ആക്സിസ് പോകുന്നു. എങ്ങനെ ആക്സിസ്? an axis passing through center. അപ്പൊ ഇതാണ് സെന്റർ O and perpendicular to the plane എന്ന് പറഞ്ഞാൽ ഈ ആക്സിസ് ഇങ്ങനെ കടന്നു പോകുന്നു. ഇത് ഇവിടെ വന്ന് ഇങ്ങനെ ഇവിടെ നിന്ന് തുരന്ന് അപ്പുറത്ത് പോകുന്നു. ആക്സിസ് അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ തന്നിട്ടുണ്ട്. എത്രയെന്ന് പറയുന്നു? മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ അബൌട്ട് സ്ക്വയർ ആണ്. എത്രയെന്ന് പറയുന്നു? ma square by 6. എനിക്ക് വേണ്ടത് ഈ റേഡിയസ് എത്രയെന്നാണ് വേണ്ടത്.
നമ്മൾ ഈ മൊമെന്റ് ഓഫ് ഇനേഷൻ പഠിക്കുമ്പോൾ ഓർത്തിരിക്കുക എപ്പോഴും എന്ത് കാണും, ഒരു മാസ് കാണും, ഒരു ഡിസ്റ്റൻസ് കാണും. ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സ്പെസിമെന്റെ ഡയമെൻഷൻ ആയിരിക്കും. അതായത് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ റിംഗ് എടുത്തു, റിംഗ് സർക്കുലർ റിംഗ് അല്ലേ, അപ്പൊ അതിന്റെ ലെന്ത് എന്താ വരുന്നത്, റേഡിയസ് ആ വരുന്നത്. അതുകൊണ്ടാണ് ഹാഫ് എം ആർ സ്ക്വയർ വരുന്നത്. റിംഗ് ആകുമ്പോൾ എം ആർ സ്ക്വയർ, ഡിസ്ക് ആണ് എന്താണ് ഹാഫ് എം ആർ സ്ക്വയർ. ഞാൻ റോഡ് എടുത്താൽ അവിടെ വരുന്നത് ml സ്ക്വയർ ബൈ 12. കാരണം റോഡ് എന്ന് പറയുമ്പോൾ റോഡ് എന്ത് മാത്രമേ ഉള്ളൂ, ലെന്ത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഇവിടെ എ ആ വന്നിട്ടുള്ളത്. അപ്പൊ എ എന്ന് പറഞ്ഞ എന്തായിരിക്കും, ആ സ്ക്വയറിന്റെ സൈഡ് ആയിരിക്കും. അത് ക്വസ്റ്റ്യനിൽ പറയില്ല. ഒരു മൊമെന്റ് ഓഫ് ഇനേഷൻ വരുന്നത് മാസും നമ്മൾ എടുക്കുന്ന സ്പെസിമെന്റെ ഏതെങ്കിലും ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും വരുന്നത്. ഇവിടെ സ്ക്വയറിന് ഒറ്റ ഡിസ്റ്റൻസ് ഉള്ളൂ. ഏത് ഡിസ്റ്റൻസാ, സൈഡാ. അപ്പൊ എ എന്ന് പറഞ്ഞതായിരിക്കും സൈഡ് ആയിരിക്കും. ഈ 6 കാണുന്ന പറയുന്നത് എളുപ്പമാണ്. എങ്ങനെ പിടിക്കാം, ഇതാ ഇതിങ്ങനെ ഒരു ട്രയാങ്കിൾ ആക്കി. ഏത് ട്രയാങ്കിൾ ആയി, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയി. വേണമെങ്കിൽ പേര് കൊടുക്കാം AB. ഈ 6 കണ്ടുപിടിക്കേണ്ടത്. ഇത്രയും എ ആണ്, അപ്പൊ ഇത് ഇത്രയും പകുതിയല്ലേ, അപ്പൊ എന്തായിരിക്കും A/2. ഇതും പകുതിയല്ലേ, അപ്പൊ എന്താണ് A/2. അപ്പൊ അവിടുന്ന് 6 എങ്ങനെ കാണാം, R = √of പൈതോറസ് തിയറം. √of എന്താണ്, AB-യുടെ സ്ക്വയർ, ബേസിന്റെ സ്ക്വയർ. അപ്പൊ A/2 the whole square പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് അതിന്റെ സ്ക്വയർ. അതും എന്തിനാണ്, A/2 the whole square. R = √of ഇവിടെ എന്താണ് A²/4 പ്ലസ് എന്താ A²/4. അപ്പൊ എന്ത് കിട്ടും, ഇവിടെ എത്ര, ഡിനോമിനേറ്റർ സെയിം, അവിടെ ന്യൂമറേറ്റർ ആഡ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും, 2A² = √of. ഇത് കട്ട് ഇവിടെ എത്ര കിട്ടും, 2 കിട്ടും. അപ്പൊ A²/2. A² റൂട്ടിന് പുറത്തും എന്തായി, A ആയി. ബാക്കി എന്താ 1/√2 ഇൻറ്റു A. A² പുറത്തും എന്തായി, ഇൻറ്റു A. 1/√2 ഇൻറ്റു A. അല്ല, ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണും, A/√2. ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ, A/√2, ഓപ്ഷൻ ബി. സിമ്പിൾ ക്വസ്റ്റ്യൻ. 4ാമത്തെ ക്വസ്റ്റ്യൻ. The length is measured using a vernier system whose main scale is 30 cm long with 600 divisions. വെർനിയർ സ്കെയിൽ നിങ്ങൾ ലാബ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അവിടെ പറയുന്നു അതിന്റെ മെയിൻ സ്കെയിൽ മൊത്തം 30 സെന്റിമീറ്റർ ഉള്ളത്. എത്ര ഡിവിഷൻ ഉണ്ട്, 600 ഡിവിഷൻസ് ഉണ്ട്. ഇഫ് 19 ഡിവിഷൻസ് ഓഫ് മെയിൻ സ്കെയിൽ കോയിൻസൈഡ് വിത്ത് 20 ഡിവിഷൻസ് ഓഫ് വെർനിയർ സ്കെയിൽ. നമ്മൾ ലാബ് ചെയ്യുന്നത് ചെറിയ വെർനിയർ സ്കെയിലാ, അതല്ല വലിയ വെർനിയർ സ്കെയിൽ ഉണ്ട്, അതിന്റെ കേസാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്ത് പറയുന്നുണ്ട്, 19 ഡിവിഷൻസ് ഓഫ് മെയിൻ സ്കെയിൽ. മെയിൻ സ്കെയിലിന്റെ മെയിൻ സ്കെയിൽ ഡിവിഷൻ, അതിന്റെ എത്ര ഡിവിഷൻസാ, 19 ഡിവിഷൻ. കോയിൻസൈഡ് ചെയ്യുന്ന പറഞ്ഞാൽ ഈക്വൽ ആവുന്നു. ആർക്ക് ഈക്വൽ ആവുന്നു, 20 ഡിവിഷൻ ഓഫ് വെർനിയർ സ്കെയിൽ. നമ്മൾ വെർനിയർ സ്കെയിൽ 2 ഡിവിഷൻസ് ഉണ്ട്. ഒന്ന് മെയിൻ സ്കെയിൽ റീഡിങ്ങും പിന്നെ അകത്തുള്ള എന്താണ് വെർനിയർ സ്കെയിൽ റീഡിങ്ങും. അപ്പൊ അത് രണ്ട് ഈക്വൽ ആയെന്ന് പറഞ്ഞാൽ 19 MST is equal to 20 MST. VST വെർനിയർ സ്കെയിൽ. നമുക്ക് എന്ത് കാണണം, ലീസ്റ്റ് കൊണ്ട് കാണണം. എങ്ങനെ ലീസ്റ്റ് കൊണ്ട് കാണുന്നത്, വെർനിയറിൽ എങ്ങനെ ലീസ്റ്റ് കൊണ്ട് കാണുന്നത്, MSD മൈനസ് എന്താണ് VST. മെയിൻ സ്കെയിലിൽ നിന്ന് വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. ശരി, അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ എവിടെ നിന്ന് ഞാൻ 1 MSD കാണും, അല്ലെങ്കിൽ 1 VST കാണും. അപ്പൊ എന്ത് കിട്ടും, ഈ 20 ഡിവൈഡ് ചെയ്തേ. അപ്പൊ എന്ത് കിട്ടി, 19 MSD ഡിവൈഡ് ബൈ എത്ര, 20 ഈക്വൽ ടു എന്ത് കിട്ടും, ഇവിടെ എന്താ VSD. ഈ 20 ക്രോസ് ചെയ്തു. ഇനി ഇവിടെ MSD അതുപോലെ എഴുതി സ്മോൾ കൊടുക്കാം. MSD മൈനസ് VST അല്ലേ, VSD വാല്യൂ എത്ര, 19 MSD ഡിവൈഡ് ബൈ എത്ര, 20. അതൊക്കെ MSD വേണ്ടേ, അതിനാണ് ആദ്യം പറയുന്നത്. മെയിൻ സ്കെയിൽ ഡിവിഷൻ എത്രയാ, 600 ഡിവിഷൻസ്. 600 ഡിവിഷൻസ് ആകുമ്പോ എത്ര ലെന്ത് ആവും, 30 സെന്റിമീറ്റർ ആണ്. ഞാൻ മീറ്റർ ആക്കിയാണ്, 30 സെന്റിമീറ്റർ ആണ്, ഞാൻ മീറ്റർ ആക്കുക. അപ്പൊ 600 ഡിവിഷൻസ്, ഈ 600 ഡിവിഷൻ എത്രയാവും, 30 സെന്റിമീറ്റർ. 30 × 10⁻² എന്താവും, മീറ്റർ. എനിക്ക് ഒരു ഡിവിഷൻ എത്ര കാണണം, അതാണ് 1 MST എന്ന് പറഞ്ഞത്. 1 MST എത്ര, 600 ഡിവിഷൻസ് ആവുമ്പോ എന്ത് കിട്ടും, 30 സെന്റിമീറ്റർ. എനിക്ക് വേണ്ട 1 MST എത്ര എന്നാണ്, ഒരു ഡിവിഷൻ എത്ര എന്നാണ്. ഒരു ഡിവിഷൻ എത്ര എങ്ങനെ കാണാം, 30 × 10⁻² ഡിവൈഡ് ബൈ എത്ര, 600. അപ്പൊ ഒരു ഡിവിഷൻ എത്രയാണ്, ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 1 MST. കാരണം മെയിൻ സ്കെയിലിലെ ഡിവിഷൻ ആണ് പറയുന്നത്. 1 ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ. ഇവിടുത്തെ മെയിൻ സ്കെയിലിന്റെ കേസാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ കാണാം, ഒരു 0 കട്ട് ചെയ്തു. ബാക്കി ഇത് വെച്ച് കട്ട് ഇവിടെ എത്ര കിട്ടും, 20 എന്ന് കിട്ടും. 1/20
ഇവിടെ എന്താണ് 10⁻² ഡിവൈഡ് ബൈ എത്ര 20. ഇതിങ്ങനെ ഏതാ ഇവിടെ ഇൻറ്റു 10 ഉണ്ട്. 10 എന്ത് ചെയ്യും മോളിപ്പം എന്താവും 0.5 ഇൻറ്റു 10⁻³ എന്ന് കിട്ടും. അതങ്ങനെ കിട്ടിയത് ഇതാ ഇവിടെ നിന്ന് അതിങ്ങനെ എഴുതാം 10⁻². ഈ 2 ഇൻറ്റു 10 എന്ന് എഴുതിക്കൂടെ 20. ഈ 10 മോളിപ്പം എന്താവും 10⁻². 10⁻³ ഡിവൈഡ് ബൈ എത്രയാണ് 2. എത്ര കിട്ടി 10⁻³ ഡിവൈഡ് ബൈ 2. 1/2 എത്ര 0.5. അതാണ് 0.5 ഇൻറ്റു 10⁻³ അപ്പൊ ഇവിടെ എന്ത് കിട്ടും 1 ms വാല്യൂ എത്ര ഇതാടങ്ങി. ഞാൻ ഇവിടെ ms പുറത്തെടുത്തേ. ബാക്കി എന്താണത് ഇവിടുന്ന് ms പോയി ഇവിടെ എന്തുണ്ട് 1 മൈനസ് ഇവിടുന്ന് ms പോയി ബാക്കി എന്താ 19/20. 1 ms വാല്യൂ കിട്ടി 0.5 ഇൻറ്റു 10⁻³ ഇത് ഞാൻ മനസ്സിലാവുന്ന അടുത്ത് എഴുതി കേട്ടോ. ഇത്രയും സ്റ്റെപ്പിന്റെ ആവശ്യമില്ല. ഈ 20 ക്രോസ് ചെയ്യാം 20 ഇൻറ്റു 1 20 20 മൈനസ് 19 1 1/20. 1/20 അപ്പൊ ആൻസർ എത്ര കിട്ടും 1/20. ഇവിടെ ആണെങ്കിൽ ഇത് വെച്ച് കട്ട് ചെയ്യാം. ഇവിടെ എത്ര നിങ്ങൾക്ക് വേണം ഇവിടെ ഇൻറ്റു 10 എന്ന് കൊടുക്കാം. ഇവിടെ ഇൻറ്റു 10 എന്ന് കൊടുക്കാം എളുപ്പത്തിന് വേണ്ടി. അപ്പൊ ഇവിടെ 5 ആയി. 5 20 കട്ട് ചെയ്യാം 4 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ എത്ര ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്നത് 5 വെച്ച് ഇവിടെ കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും 4 40 എന്ന് കിട്ടും. 5 ആണെങ്കിൽ 4 0.4 ആണെങ്കിൽ 40. മോളൊന്നുണ്ട് 10⁻³ ആണല്ലോ നേരത്തെ അവിടെ ചെയ്ത പോലെ. ഈ 10 മോളിപ്പുമ്പോ 10⁻² എന്തായി -4 ആവും. ഈ 0 മോളിപ്പുമ്പോ ബാക്കി 1/4. 1/4 വില എത്ര 0.25. ഇത് ഏതിലാണ് കിട്ടുന്നത് മീറ്റർ. നമ്മൾ ഓപ്ഷൻ നോക്ക് ഏതിലാണ് വേണ്ടത് പല യൂണിറ്റുകളുണ്ട്. ഞാൻ മില്ലിമീറ്റർ ആക്കുകയാണ്. സെന്റിമീറ്ററിൽ 0.25 ഞാൻ മില്ലിമീറ്റർ ആണ് നേരത്തെ പറഞ്ഞു. അങ്ങനെ മില്ലിമീറ്റർ ആവുന്ന 0.25 ഇൻറ്റു 10⁻⁴ ഇൻറ്റു 10⁻ എത്ര കൊടുത്താൽ മതി 3 കൊടുത്താൽ നേരത്തെ പറഞ്ഞു. സെക്കൻഡിനെ മില്ലി സെക്കൻഡ് ആക്കി. അതുപോലെ മില്ലി സെക്കൻഡ് കൺവേർട്ട് ചെയ്യാൻ 10⁻3. അപ്പൊ എത്ര കിട്ടും 0.25 ഇൻറ്റു 10⁻⁴ 10⁻⁻1 അപ്പൊ എത്ര കിട്ടും ഒരു സ്ഥാനം ഇങ്ങോട്ട് മാറ്റിയ പോലെ 0.025 മില്ലിമീറ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട് നോക്കിയേ. 0.025 മില്ലിമീറ്റർ ഉണ്ട് ഓപ്ഷൻ ഡി. സിംപ്ലിഫിക്കേഷൻ അത് കഴിഞ്ഞോളം ചെയ്യാം സിംപ്ലിഫിക്കേഷൻ. ബാക്കി കോൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. എ പാർട്ടിക്കിൾ ഓഫ് മാസ് m is moving along the x-axis under the potential Vx equal to kx²/2 plus lambda by x dash, where k and x are positive constant of appropriate dimensions. The particle is slightly displaced from its equilibrium position. The particle oscillates with an angular frequency omega is given by. നമുക്ക് ഒമേഗ വേണം. അപ്പൊ അതിൽ ടെക്സ്റ്റിൽ +2ന്റെ ഫസ്റ്റ് പാർട്ടിൽ 257 പേജിലുള്ള ഒരു ടേബിൾ ഉണ്ട്. ഈ ടേബിൾ എന്ത് ചെയ്യാ പഠിക്കാം. അപ്പൊ ഈ ടേബിൾ അനുസരിച്ച് എന്താ വരുന്നത് ഇവിടെ നോക്കാം. മെക്കാനിക് സിസ്റ്റവും ഇലക്ട്രിക് സിസ്റ്റമാണ്. അതായത് മെക്കാനിക് സിസ്റ്റത്തിൽ മാസ് ആണ്. ഇലക്ട്രിക് സിസ്റ്റം എന്തായി മാറും ഇൻഡക്റ്റൻസ് ആയി മാറും. എല്ലായി മാറും. അതുപോലെ തന്നെയാണ് ഫോഴ്സ് കോൺസ്റ്റന്റ് കെ. മെക്കാനിക്കലിൽ കെ ആണ്. അത് നമ്മുടെ ഇലക്ട്രിക് സിസ്റ്റം ആകുമ്പോഴേക്കും 1/c ആയി മാറും. റെസിപ്രോക്കൽ ഓഫ് കപ്പാസിറ്റൻസ് ആയി മാറും. അതുപോലെ മെക്കാനിക്കൽ എന്താ പറയുന്നത് വെലോസിറ്റി ആണ്. dx/dt ആണ്. അത് നേരെ ഇലക്ട്രിക് ആകുമ്പോൾ എന്താവും കറണ്ട് ആയി മാറും. dq/dt ആയി മാറും. അപ്പൊ ഇത്രയൊന്നും ഓർത്തിരിക്കുക കേട്ടോ. അത് നമുക്ക് ഇവിടെ വേണ്ടത് ഈ ക്വസ്റ്റ്യനിൽ വേണ്ടത് ഒമേഗയാണ്. അപ്പൊ ഒമേഗ ഇലക്ട്രിക്കൽ സിസ്റ്റം ചെയ്തേണ്ടത് എന്തുകൊണ്ടാ നമുക്ക് തന്നിട്ടുള്ളത് പൊട്ടൻഷ്യൽ ആണ്. അപ്പൊ പൊട്ടൻഷ്യൽ ഉള്ളതുകൊണ്ട് അത് ഇലക്ട്രിക് സിസ്റ്റം ചെയ്ത് എന്തായാലും 1/√LC. പക്ഷെ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് നോക്കി കെയും എം എൽ എന്നിട്ടുള്ളത് മാസൊക്കെ ഉള്ളത് ഫോഴ്സ് കോൺസ്റ്റന്റ് ഉള്ളത്. അപ്പൊ ഏതിനെ കൺവേർട്ട് ചെയ്യണം നമ്മൾ ഇത് മെക്കാനിക് സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമുക്കറിയാം ഞാൻ പറഞ്ഞ നമ്മളെ ടേബിൾ അനുസരിച്ച് എൽ എന്ന് പറഞ്ഞ എന്താണ് മാസം. സി എന്ന് പറഞ്ഞാൽ 1/k ആണ്. ഇങ്ങനെ 1/k ആയത് കെ എന്ന് പറഞ്ഞാൽ 1/c ആണ്. അപ്പൊ സി എന്തായിരിക്കും 1/k. അപ്പൊ അങ്ങനെയാണ് ഇക്വേഷൻ എന്തായി ഒമേഗ ഇസ് ഈക്വൽ ടു 1/√L സ്ഥാനം കൊടുക്കാം m ഇൻറ്റു സിയുടെ സ്ഥാനം എന്താണ് 1/k. അപ്പൊ എന്ത് കിട്ടും 1/√m/k. തിരിച്ചിട്ടോ കെ മോളിപ്പോയി. അപ്പൊ √k/m. ഓപ്ഷനിലുണ്ട് എന്താണ് ഓപ്ഷൻ സി. അല്ലെങ്കിലും ഈ ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നതാണ്. ഇവിടെ
+1 വേവ്സ് എന്ന ചാപ്റ്ററിൽ വേവ്സിലും പഠിക്കുന്നുണ്ട്, ഓസിലേഷൻ പഠിക്കുന്നുണ്ട്. അവിടെ ഒമേഗ ഇസ് ഈക്വൽ √k/m സിമ്പിൾ ഹാർമോണിക് മോഷനകത്ത് പഠിക്കുന്നത് തന്നെയാണ് കേട്ടോ. അത് അറിയെങ്കിൽ ഡയറക്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യുക. അപ്പൊ ഈ കൺവേർട്ട് ആണ് ഇമ്പോർട്ടന്റ് ആണ് ഈ ടേബിൾ നോക്കി വെച്ചിരിക്കുക. ഇത് ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ. The particle of mass m and 2m have their position vectors as a function of time as r1. r1 തന്നിട്ടുണ്ട് t I cap minus t cube j cap plus 2t square k cap. അതുപോലെ r2 തന്നിട്ടുണ്ട് t I cap minus t cube j cap minus t square k cap respectively, where t time ആണെന്ന് പറയുന്നു. Which one of the following graph represent path of center of mass? Path of center of mass. ശരി, നമുക്ക് സെന്റർ ഓഫ് മാസ് ആണ് പഠിക്കേണ്ടത്. സെന്റർ ഓഫ് മാസ് എങ്ങനെ കാണുന്നത്? m1 r1 plus m2 r2 divided by m1 plus m2. ഇതാണ് സെന്റർ ഓഫ് മാസ് കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നതാണ്. ഇതിൽ m1 എന്ന് പറഞ്ഞ m ആണ്, m2 2m ആണ് ക്വസ്റ്റ്യനിൽ പറയുന്നു. അപ്പൊ എല്ലായിടത്തും കൊടുക്കാം. m1 സ്ഥാനം എന്താണ്? m. r1 കാര്യം എത്ര? ബ്രാക്കറ്റിൽ എത്രയാണ്? t I. ഞാൻ I മാത്രം കൊടുക്കുള്ളേ, ക്യാപ്പ് ഒന്നുമില്ല. മൈനസ് t cube j plus 2t square k plus എന്താ? m2 എത്ര? 2m. r2 എത്രയാണ്? ti minus t cube j minus t square k divide by m plus 2m എത്ര കിട്ടും? 3m എന്ന് കിട്ടും. ആണല്ലോ. നമ്മൾ എല്ലാം നോക്കി, ഇവിടെ ഒരു m ഉണ്ട്, ഇവിടെ ഒരു m ഉണ്ട്, ഇവിടെ ഒരു m ഉണ്ട്. മോളിൽ നിന്ന് ഒരു m കോമൺ എടുത്ത് എന്നിട്ട് ആ m ഈ m ക്യാൻസൽ. ഞാൻ ക്യാൻസൽ ആണ്, കോമൺ എടുക്കുന്നില്ല, ക്യാൻസൽ പറയും. ബാക്കി എന്താ മോളിലുള്ളത്? ഇവിടെ ti, ഇവിടെ 2 into ti. ഈ 2 അകത്ത് എന്ത് കിട്ടും? 2 into ti. ഇവിടെ ti ഉണ്ട്, ഇവിടെ 2ti ഉണ്ട്. മൊത്തം എത്ര? 3i ആയി. 3ti ആയി. ti 2ti. അടുത്ത് ക്യൂബിന്റെ കമ്പോണൻസ് ആണ്. ഇവിടെ നോക്ക്, മൈനസ് ടി ക്യൂബ് ജെ. ഈ 2 അകത്തും എന്തായി? മൈനസ് 2t ക്യൂബ് ജെ. അപ്പൊ എന്ത് കിട്ടും? ഇവിടെ മൈനസ് ടി ക്യൂബ് ജെ. ഇവിടെ എന്താ വരുന്നത്? ഈ 2 അകത്ത് വരുമ്പം മൈനസ് 2t ക്യൂബ് ജെ. അപ്പൊ എന്തായി? ഒരേ സ്ഥാനല്ലേ, ആഡ് ചെയ്യുക, അതേ സൈൻ മൈനസ് 3t ക്യൂബ് ജെ. ഇനി ഇവിടെ എന്താ ഉള്ളത്? 2t സ്ക്വയർ കെ. 2t സ്ക്വയർ കെ. ഇവിടെ എന്താ ഉള്ളത്? ഈ 2 അകത്ത് വരുമ്പം 2 മൈനസ് 2t സ്ക്വയർ കെ. അപ്പൊ ഇത് ക്യാൻസൽ. ഡിവൈഡ് ബൈ എന്തുണ്ട്? 3 ഉണ്ട്. നമുക്ക് 3 എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം. ബാക്കി എന്താ ഉള്ളത്? ti മൈനസ് ടി ക്യൂബ് ജെ. അപ്പൊ ഇത് കാണുന്നത് മനസ്സിലായി. എന്ത് മനസ്സിലായി? ഐയും ജെയും മാത്രമേ ഉള്ളൂ. അപ്പം ഏത് ഐയും മൈനസ് ചെയ്യാനുള്ളത്? ഐയും മൈനസ് ചെയ്യും. അപ്പൊ ഐ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളെ ഫോർമാറ്റ്. ഏത് ഫോർമാറ്റ്? r is equal to xi plus yj. അപ്പം ഐ എന്ന് പറഞ്ഞ എക്സ് കമ്പോണന്റ് ആണ്, ജെ എന്ന് പറഞ്ഞ വൈ കമ്പോണന്റ് ആണ്. മൈനസ് വന്നു. അപ്പൊ ഏത് എക്സ് ആണ്? എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവും. അപ്പം നമ്മള് ഗ്രാഫുകളിൽ എവിടെ വേണം? ഇവിടെ വേണം. ഇവിടെയാണ് എക്സ് എന്താവുന്നത്? പോസിറ്റീവ്, വൈ എന്താവുന്നത്? നെഗറ്റീവ് ആവുന്നത്. അപ്പൊ ഇവിടെ വരുന്ന ഗ്രാഫുകൾ നോക്കാം. അപ്പൊ അതില് നമുക്ക് ഏത് കളയാം? ബിയും സിയും കളയാം. അത് രണ്ട് എക്സും വൈയും പോസിറ്റീവ്. നമുക്കുള്ളത് എ ഡി ഇ, അങ്ങനെ 3 ഗ്രാഫാണ് ഉള്ളത്. ഞാൻ ആദ്യം എ എന്ന് നോക്കാം. എ ഗ്രാഫ് ഇങ്ങനെയാ വരുന്നത്. എന്റെ മീനിങ് എന്താ? എക്സും വൈയും ഒരുപോലെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്. ആണോ? നോക്കിയേ, ഇവിടെ എക്സിന്റെ വാല്യൂ എത്ര? ടി അല്ലേ? ഞാൻ ഗ്രാഫ് പോലെ പറയുകയാണെങ്കിൽ ഇവിടെ എന്താണ്? ടി ക്യൂബ്. ഇത് എക്സ്, ഇതെന്താണ്? വൈ, മൈനസ് വൈ ആണ്. അതിലെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത് കമ്പയർ ചെയ്യാൻ കിട്ടുന്നത്. അപ്പൊ എന്താ വരുന്നത്? ഞാൻ അവിടെ ടിയുടെ സ്ഥാനത്ത് 1 കൊടുത്തു. അപ്പൊ ഇവിടെ എന്തായിരിക്കും? 1 ക്യൂബ് 1. അത് ഓക്കെ. അടുത്ത് ടി 2 കൊടുത്താൽ ഇവിടെ എത്ര വരും? 8 വരും. ഇവിടെ 3 കൊടുത്താൽ ഇവിടെ എന്ത് വരും? 3യുടെ ക്യൂബ് എത്രയാണ്? 27. എന്താ പ്രത്യേകത? എക്സിനേക്കാൾ വളരെ കൂടുതലാണ് വൈയുടെ വാല്യൂ എന്ന് പറഞ്ഞത്. കൂടി പോവുക. അപ്പൊ ഇതല്ല, ഇത് രണ്ടും ഒരുപോലെയാണ് കൂടുന്നത്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അപ്പൊ അതല്ല, ആ ഗ്രാഫ് അല്ല. പിന്നെയുള്ള ഗ്രാഫ് ഇങ്ങനെ വരുന്ന ഗ്രാഫ്.
ഇതിന്റെ മീനിങ് എന്താ? എക്സ് വൈ കൂടി പോകുന്നുണ്ട്. അതായത് ഇവിടെ എത്തിയിട്ട് പിന്നെ ഒരു ചരിവ് അങ്ങോട്ടാ താഴോട്ടല്ലേ? അതിന്റെ മീനിങ് എന്താ? ഇവിടെ എത്തിയിട്ട് വീണ്ടും എന്ത് കുറയുന്നു? എക്സ് കുറഞ്ഞു വരുന്നു. ഈ ഗ്രാഫ് അനുസരിച്ച് എക്സ് കുറയോ? എക്സ് കൂടിയല്ലേ പോകുന്നത്. വൈ കുറയോ? വൈ കൂടിയല്ലേ പോകുന്നത്. അപ്പൊ കൂടിയാ പോകുന്നത്. ഇതെന്ത് ചെയ്യുന്നു? ജസ്റ്റ് ഇവിടെ എത്തി ഇവിടെ അല്പം ചരിയുന്നു. അതിന്റെ മീനിങ് എന്താ? ഇവിടെ എത്തി പിന്നെ എന്ത് ചെയ്യുന്നു? എക്സ് അല്ല വൈ കുറയുന്നു. വൈ എന്ന് കുറയുന്നു. വൈ ഒരിക്കലും കുറയില്ല. ക്യൂബ് എടുത്ത് പോകുന്നു. അപ്പൊ 4 ക്യൂബ് എടുത്ത് 64 കിട്ടുന്നത്. കൂടിയാ പോകുന്നത്. അപ്പൊ ഈ ഗ്രാഫ് അല്ല. അടുത്ത ഗ്രാഫോ ഇങ്ങനെ വരുന്നത്. കറക്റ്റാ. നമുക്ക് ഇവിടെ വരച്ചു നോക്കാം. ഈ വാല്യൂ വെച്ച് വരച്ചു നോക്കാം. ഇവിടെ എന്താ? എക്സ് കൂടുന്നു, വൈ ഷാർപ്പായിട്ട് കൂടുന്നു, ഭയങ്കരമായിട്ട് കൂടുന്നു. അപ്പം ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ ഇ. അടുത്ത ക്വസ്റ്റ്യൻ. 2 planets A and B have same average density. Their radii RA and RB are such that RA is to RB is equal to 3:1. If GA and GB are the acceleration due to gravity at the surface of the planets, the GA is to GB equal to. അപ്പോൾ എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ജി എങ്ങനെയാ കാണുന്നത്? നമ്മൾ ജി കാണുന്നത് എങ്ങനെയാ? എങ്ങനെയായിരുന്നത്? GM ഡിവൈഡ് ബൈ R². ഇങ്ങനെയാ പഠിക്കുന്നത്. നമുക്കത് ഇൻ ടേംസ് ഓഫ് റേഡിയസ് ആക്കണം. ഇൻ ടേംസ് ഓഫ് റേഡിയസ്. അപ്പൊ അതിനെന്ത് ചെയ്യും? അപ്പൊ അതിന് ചെയ്യേണ്ടത് മാസിനെ കൺവേർട്ട് ചെയ്യണം. ഓളിയം എങ്ങനെയാ കാണുന്നത്? ഓളിയം കാണാൻ ഫോർമുല മാസ്. ഡെൻസിറ്റി എങ്ങനെ കാണും? ഡെൻസിറ്റി കാണും മാസ് ബൈ എന്താണ്? ഓളിയം. ഇവിടുന്ന് മാസ് കണ്ടാൽ ഓളിയം ഇങ്ങോട്ട് ക്രോസ് ചെയ്തു. അപ്പൊ ഓളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ് മാസ് എന്ന് പറഞ്ഞാൽ. എർത്തിന്റെ കേസല്ലേ അല്ലെ പ്ലാനറ്റിൽ നമ്മൾ എന്തായിട്ട് അസ്യൂം ചെയ്യുന്നത്? സ്പിയർ ആയിട്ട് അസ്യൂം ചെയ്യുന്നത്. അതുകൊണ്ട് ഓളിയം എത്ര? ഓളിയം എന്ന് പറഞ്ഞാൽ 4/3 πr³ ഇൻറ്റു എന്താ? റോ ഈക്വൽ ടു മാസ്. മാസ് അങ്ങനെ കാണുന്നത് ഓളിയം ഇൻറ്റു ഡെൻസിറ്റി. ഓളിയം എത്ര? 4/3 πr³ ഇൻറ്റു ഡെൻസിറ്റി റോ. അപ്പൊ ഇക്വേഷൻ എന്തായി മാറും? G is equal to G/R² ഇൻറ്റു എമ്മിന്റെ സ്ഥാനത്ത് ഈ വാല്യൂ കൊടുക്കുക. എന്ത് കിട്ടും? 4/3 πr³ റോ. ഇവിടെ R² പോയി. R³ R² പോയ ഒരു R ബാക്കിയുണ്ട്. ബാക്കി എന്തൊക്കെയുള്ളത്? 4/3 ആ തീയതി 4/3. പിന്നെ എന്തുണ്ട്? പൈ. ഇവിടെ എന്തുണ്ട്? ജി. ഇവിടെ എന്താ? റോ. ബാക്കി ഒരു R ബാക്കിയുണ്ട്. നോക്കാം. ഈ ജി ആര് ഡിപ്പെൻഡ് ചെയ്യുന്നു? 4/3 കോൺസ്റ്റന്റ്, പൈ കോൺസ്റ്റന്റ്, ജി യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ്, യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് വാല്യൂ ഉണ്ട്. റോ ക്വസ്റ്റ്യനിൽ പറയുന്നു കോൺസ്റ്റന്റ് ആണെന്ന്. അപ്പൊ ഇത്രയും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ജി ആർക്ക് മാത്രം പ്രൊപ്പോർഷനൽ? ജി ഈസ് ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ ടു ആർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ GA/GB എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ജി ആർക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും? GA യുടെ റേഡിയസ്, എയുടെ റേഡിയസിന്. GB ആർക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ബിയുടെ റേഡിയസിന്. GA/GB എങ്ങനെ കാണാം? RA/RB. കാരണം ഇത് രണ്ട് ഏത് പ്രൊപ്പോർഷനാ? ഡയറക്ട്ലി പ്രൊപ്പോർഷനാ. ഇതിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. എത്രയാണ്? 3:1. അപ്പൊ അങ്ങനെയാണെങ്കിൽ GA/GB യുടെ വാല്യൂ എന്തിനാണ്? 3:1. അപ്പൊ ആൻസർ 3:1. കാരണം എന്താ? ജി മാറും, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. എത്രാമത്തെ ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ എ. ഓപ്ഷൻ എ. The magnetic induction field has the dimension of A, B, C, D, E. എന്ന 5 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം മാഗ്നറ്റിക് ഇൻഡക്ഷൻ ബിയുടെ ഡയമെൻഷൻ കാണണം. പല രീതിയിൽ കാണാം. അപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത് F is equal to QVB sin θ എന്നൊരു ഫോർമുല ഉപയോഗിക്കും. ILB sin θ ഉപയോഗിക്കാം കേട്ടാ. എന്താണ് ഉപയോഗിക്കാം? അപ്പൊ അവിടുന്ന് ബി കാണുന്നു. ബി കാണുമ്പോൾ എന്ത് കിട്ടും? ക്യൂവും ബിയും സൈൻ θ ഡിവൈഡ് ചെയ്യും. ബി ഈസ് ഈക്വൽ ടു ഇവിടെ എന്താണത്? ഫോഴ്സ് ബൈ ചാർജ്, പിന്നെന്താണ്? വെലോസിറ്റി, പിന്നെന്താണ്? സൈൻ തീറ്റ. ഫോഴ്സ് ഡയമെൻഷൻ നമുക്കറിയാം. ML T⁻⁻² ഡിവൈഡ് ബൈ ചാർജ് ഡയമെൻഷൻ എന്താ? IT. വെലോസിറ്റി എന്താ ഡയമെൻഷൻ? L T⁻⁻1. സൈൻ തീറ്റ ഡയമെൻഷൻ ഇല്ല. റേഷ്യോ എന്തില്ല? ഡയമെൻഷൻ ഇല്ല. നമ്മൾ ഒന്ന് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഒരു MA ഉള്ളൂ. ഇവിടെ L ഉണ്ട്, ഒരു L കട്ടായി പോയി. ബാക്കി ഈ ടിയും ഈ T⁻⁻ എന്നോട് കട്ടാണ്. ഇത് T⁻⁻1 ഇത് T⁻⁻1. അപ്പൊ എത്രയായി പോകും? 0 ആയിട്ട് പോയി. T⁻⁻01. അപ്പൊ ഇത് ഇത്രയും കട്ടായേ. ഈ മോൾ എന്താണത്? T⁻⁻2 ഡിവൈഡ് ബൈ എന്താ? I. അല്ലെങ്കിൽ I മോൾ ഇപ്പോൾ എന്താവും?
I raised to minus 1. One meaning I എന്ന് പറഞ്ഞ കറണ്ടിന്റെ ഡയമെൻഷൻ ആണ്. I എന്ന് പറഞ്ഞ കറണ്ട് ആണ്. അപ്പോൾ നോക്കി m t raised to minus 2 ഡിവൈഡ് ബൈ കറണ്ട് വരുന്നത്. അപ്പൊ അങ്ങനത്തെ ഓപ്ഷൻ നോക്കി. ഫസ്റ്റ് ഫോഴ്സ് ഇല്ല, ഫോഴ്സിന് താഴെ എന്തോ ഇല്ല, കറണ്ട് വരില്ല. ഫോഴ്സ് കോൺസ്റ്റന്റ് വരുമോ? F is equal to minus kx. ഈ k പറഞ്ഞതാണ് ഫോഴ്സ് കോൺസ്റ്റന്റ്. ഇവിടെ നിന്ന് k എങ്ങനെ കാണാം? F by x equal to minus k. ആണെങ്കിൽ മൈനസ് ഇപ്പുറത്തിട്ടോ, അതിന് ആവശ്യമില്ല. ഓക്കെ, ഫോഴ്സ് ബൈ ഡിസ്റ്റൻസ് ആ, അതിനകത്ത് എന്ത് വരുന്നില്ല, കറണ്ട് വരുന്നില്ല. നമുക്ക് കറണ്ട് വേണം, ഡിവൈഡ് ബൈ കറണ്ട് വേണം, അതില്ല. മൂന്ന് സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷൻ എങ്ങനെ കാണുന്നത്? ഫോഴ്സ് ബൈ ലെന്ത് ആണ്, ഫോഴ്സ് ബൈ ലെന്ത്. അവിടെ എന്തില്ല, കറണ്ട് ഇല്ല. ഡിഒ സർഫസ് ടെൻഷൻ ബൈ കറണ്ട്, അത് ആദ്യം ചെക്ക് ചെയ്യുക. അപ്പം നിങ്ങൾ ഓരോ ഓപ്ഷൻ നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എന്താ, ഡിവൈഡ് ബൈ കറണ്ട് വന്നു. അപ്പം ഡിവൈഡ് ബൈ കറണ്ട് ഓപ്ഷൻ ആദ്യം ചെക്ക് ചെയ്യുക. സർഫസ് ടെൻഷൻ ഡിവൈഡ് ബൈ എന്താണ്, കറണ്ട്, അതാണ് ചെക്ക് ചെയ്യുക. ഇതേ ഡയമെൻഷൻ ആണ്. സർഫസ് ടെൻഷൻ ഫോഴ്സ് ബൈ ലെന്ത് അല്ലേ, ഫോഴ്സ് എന്താ ml t raised to minus 2 ഡിവൈഡ് ബൈ ലെന്ത് എത്ര, l ക്യാൻസൽ. അപ്പൊ സർഫസ് ടെൻഷൻ എത്ര കിട്ടി, m t raised to minus 2. അത് ഡിവൈഡ് ബൈ കറണ്ട് അല്ലേ, കറണ്ട് എത്ര, I. സെയിം സാധനമായി. അപ്പൊ ഓപ്ഷൻ ഡി. Einstein was awarded the Nobel Prize for his work on. നമ്മൾ പഠിക്കുന്നതാ ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ഹാഫ് എം വി സ്ക്വയർ ഈക്വൽ ടു ഇങ്ങനെ ഇക്വേഷൻ പഠിക്കും. ഹാഫ് എം വി സ്ക്വയർ ഈക്വൽ ടു h nu മൈനസ് h nu 0. ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. അപ്പോൾ അവിടെ എന്താ വരുന്നത്, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. അതിനാണ് നൊബേൽ പ്രൈസ് കിട്ടിയത് ഐൻസ്റ്റീൻ. അടുത്ത ക്വസ്റ്റ്യൻ. A thin circular ring of mass small m, radius capital, is rotating about its axis perpendicular to the plane of the ring with a constant angular velocity omega. 2 point അവിടെ എന്താ പറയുന്നത്, ഒരു റിംഗ് ഉണ്ട്, മാസ് പറയുന്നത് m, റേഡിയസ് r ആണ്. എന്ത് ചെയ്യുന്നത്, കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, വെലോസിറ്റി എത്ര, ഒമേഗ. ആക്സ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ആക്സ്. 2 point particle each of mass capital M attached gently to the opposite ends of the diameter of the ring. അപ്പോൾ രണ്ട് പാർട്ടികൾ എന്ത് ചെയ്യുന്നു, രണ്ട് ഡയമീറ്ററിക് ഓപ്പോസിറ്റ് എൻഡിൽ അറ്റാച്ച് ചെയ്തു. The ring now rotates with an angular velocity of omega by 2. Then the ratio of small m by capital M. ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പഠിച്ചൊരു കോൺസെപ്റ്റ് ആണ്. ആദ്യം എന്തുണ്ട്, റിംഗ് ഉണ്ട്, ഇതാണ് ആക്സ്. ഞാൻ വരയ്ക്കുന്നില്ല, ആക്സ് ഇങ്ങനെ കടന്നു പോകുന്നത്, ഇത് വരയ്ക്കുന്നില്ല. ഇതിന്റെ ആദ്യം എത്രയാണ്, ഇതിന്റെ മാസ്, നമ്മുടെ ഡിസ്കിന്റെ മാസ്, ഡിസ്കല്ല റിംഗിന്റെ മാസ് എന്ന് പറയുന്നത് സ്മോൾ എം ആണ് കേട്ടാ, സ്മോൾ എം ആണ്. ഇനി സ്മോൾ എം ആണ്. ഇതിന്റെ റേഡിയസ് എത്രയെന്ന് പറയുന്നു, ആർ എന്ന് പറയുന്നു. റേഡിയസ് എത്രയാണ്, ആർ. ക്വസ്റ്റ്യനിൽ പറയുന്നു. ഇത് സെന്റർ ആണ്, ഇത് സെന്റർ. അപ്പൊ ഇതിന്റെ ഇപ്പോഴത്തെ ഒമേഗ അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഒമേഗയാണ്. ഇനി ഇത് രണ്ട് ഡയമട്രിക് ഓപ്പോസിറ്റ് എൻഡിലായിട്ട് രണ്ട് പാർട്ടിൽ വെച്ചു. അപ്പൊ ഇതിന്റെ മാസ് എത്ര, ഇതിന്റെ ഒന്ന് ക്യാപിറ്റൽ എം, ഇതിന്റെ എന്താണ് ക്യാപിറ്റൽ എം. ഇതാണ് ആക്സ് എന്ന് പറഞ്ഞത്. അപ്പം ഈ പാർട്ടികൾ ആക്സിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ആളെ തന്നെയാണ്, ആറ് തന്നെയാണ്. ഇത് എത്ര ഡിസ്റ്റൻസ് ആളെ തന്നെയാണ്, ആറ് തന്നെയാണ്. ഒറ്റ ആക്സേ ഉള്ളൂ. ഈ ആക്സ് വിത്ത് റെസ്പെക്റ്റ് ആണ് ഈ റിംഗിൽ കറങ്ങുന്നത്. അപ്പൊ റിംഗിന്റെ ഡിസ്റ്റൻസ് എന്ത് തന്നെയാണ്, ആറ് തന്നെ. ഈ പാർട്ടിൽ കറങ്ങുന്നത് വിത്ത് റെസ്പെക്ട് ഈ ആക്സ് ആണ്, ഡിസ്റ്റൻസ് ആറാണ്. ഈ പാർട്ടിന്റെ ഡിസ്റ്റൻസ് എത്രയാണ്, ആറാണ്. അപ്പം വെലോസിറ്റി കുറഞ്ഞു, ആംഗുലർ വെലോസിറ്റി എന്താ, ഒമേഗ ബൈ 2 ആയി. ഇത് പഠിച്ചുള്ളതാ. എവിടെയാ, ഇവിടെ മാസ് കൂടി. എവിടെ പഠിക്കുന്നതാ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. എന്താ പഠിക്കുന്നത്, I1 omega 1 equal to I2 omega 2. മാസ് വ്യത്യാസം വരുമ്പോൾ ആര് മാറും, മൊമെന്റ് ഓഫ് ഇനർഷ്യ മാറും. മൊമെന്റ് ഓഫ് ഇനർഷ്യ മാറുമ്പോൾ അതനുസരിച്ച് ആംഗുലർ വെലോസിറ്റി മാറും. ഈ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആംഗുലർ വെലോസിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇത് കൂടിയാൽ ഇതെന്ത് ചെയ്യും, കുറയും. നോക്കാം. ആദ്യം ഇത് ഫസ്റ്റ് കേസ്, ആദ്യം റിംഗ് മാത്രം ഉണ്ടായിരുന്നുള്ള. അപ്പൊ ആദ്യം റിംഗ് മാത്രമുള്ള കേസ്, ഇത് റിംഗ് മാത്രമേ ഉള്ളൂ. ഇവിടെ ആരൊക്കെയുണ്ട്, റിംഗ് ഉണ്ട്, പിന്നെ രണ്ട് പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ രണ്ടിന്റെയും മൊമെന്റ് ഓഫ് ഇനർഷ്യ ആംഗുലർ മൊമെന്റ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. എന്തെങ്കിലും സംഭവിച്ചില്ല, അതാണ് ലോ ഓഫ് കൺസർവേഷൻ ആംഗുലർ മൊമെന്റം. അപ്പൊ ഇതിന്റെ ആംഗുലർ മൊമെന്റം കാണണം. ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ റിംഗ് അല്ലേ, mr². എം മാസ് സ്മോൾ എം, പിന്നെന്താണ് r². mr² ഇൻറ്റു എന്താണ്, ഒമേഗ 1. ഒമേഗ 1 എത്രയെന്ന് പറഞ്ഞു, ഒമേഗ. ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ഒമേഗ 1 ഒമേഗ. ഒമേഗ 2 എത്ര, പകുതിയായി, ഒമേഗ ബൈ 2. ഇനി ഇവിടെ എന്താണ്, മൊമെന്റ് ഓഫ് ഇനർഷ്യ. 3 പേർക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഉണ്ട്. ഇതൊക്കെ റിംഗിനുണ്ട്,
ഫസ്റ്റ് പാർട്ടിനുണ്ട് സെക്കൻഡ് പാർട്ടിനുണ്ട്. ആദ്യത്തെ റിംഗിന്റെ മൊമെന്റ് ഡിഫറൻഷ്യൽ ആണ് ഫോർമുല. എന്തിനാണ് വ്യത്യാസമില്ല, മാസ് ഇൻറ്റു റേഡിയസ്. കാരണം മാസ് മാറുന്നില്ല, റിംഗിന്റെ മാസ് മാറുന്നില്ല. അപ്പൊ റിംഗിന്റെ മാസ് ഇൻറ്റു റിംഗിന്റെ ഡിസ്റ്റൻസ് എന്ത് തന്നെയാണ് mr². വ്യത്യാസമില്ല, mr² പ്ലസ് ആദ്യ പാർട്ടിക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ. പോയിന്റ് പാർട്ടിക്കിൾ അല്ലേ, പോയിന്റ് പാർട്ടിക്കിൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ. പോയിന്റ് പാർട്ടിക്കിൾ ആണെങ്കിൽ മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ. അപ്പൊ ഇതിന്റെ മാസ് എത്ര, ക്യാപിറ്റൽ എം, ഡിസ്റ്റൻസ് എന്ത് തന്നെ r². മറ്റും എന്ത് തന്നെയാണ് mr². വ്യത്യാസമല്ല, മാസും ഡിസ്റ്റൻസും സെയിം ആണ്. ഇൻറ്റു മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇൻറ്റു ω2. ω2 എത്ര, ω/2. അപ്പൊ രണ്ടിടത്ത് ഒമേഗ ഉണ്ട്, കട്ടായി പോയെ. ഈ 2 എടുത്ത് ക്രോസ് ചെയ്ത് ഇങ്ങനെ എഴുതി. അപ്പൊ എന്ത് കിട്ടും, 2mr² ഈക്വൽ ടു, ഇവിടെ ഇൻറ്റു ω/2 കേട്ടാ. ആ ഒമേഗയാണ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞത്, 2 ക്രോസ് ചെയ്തു. ബാക്കി ഇവിടെ എന്താ, സ്മോൾ mr² പ്ലസ് mr² എത്രയായി, 2 ക്യാപിറ്റൽ mr² ആയി ആണല്ലോ. ഇത് ഇപ്പുറത്ത് കൊണ്ടുവരുന്നു. അപ്പൊ എത്ര വരും, 2 small mr² മൈനസ് സ്മോൾ mr² ഈക്വൽ ടു 2 ക്യാപിറ്റൽ mr². ഇവിടെ എത്ര കിട്ടി, 2 mr² 1 mr² മൈനസ് എന്ത് കിട്ടി, mr² ഈക്വൽ ടു 2 ക്യാപിറ്റൽ mr². അപ്പൊ എന്ത് ക്യാൻസൽ, r² ക്യാൻസൽ. നമുക്ക് എന്താ വേണ്ടത്, സ്മോൾ m ബൈ ക്യാപിറ്റൽ m അല്ലേ. ഇവിടെ സ്മോൾ m എന്നുണ്ട്, ഡിവൈഡ് ബൈ എന്താണ് ക്യാപിറ്റൽ M ഈക്വൽ ടു ഇവിടെ എന്താണ് 2, ഇവിടെ കൂടെ 1 അല്ലേ. ഇപ്പൊ 2/1. അപ്പൊ റേഷ്യോ എത്ര, 2:1. 2:1. ഓ റേഷ്യോ 2 എന്നേ ഉള്ളൂ, മതി. 2/1. ആൻസർ എത്ര, 2. ഓപ്ഷൻ എന്തേ ഉള്ളൂ, 2 ഉള്ളൂ. 2. ഓപ്ഷൻ ബി 2.